സംസ്ഥാനത്ത് പോലീസ് അതിക്രമം വലിയ തോതിൽ ചർച്ചയാകുമ്പോൾ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛൻ വലിയ തോതിൽ പോലീസ് മർദ്ദനം ഏറ്റവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നത്. കെ.സി. വേണുഗോപാൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്, ഭാരവാഹിത്വം വഹിച്ചിരുന്നത്. അന്നാണ് വലിയൊരു പോലീസ് മർദ്ദനമൊക്കെ നേരിട്ടത്. അച്ഛൻ കൊടിയ മർദ്ദനം നേരിട്ടു. അതിനുശേഷം ആ മർദ്ദനവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് അത് മരണത്തിലേക്ക് തന്നെ നയിച്ചു. അങ്ങനെയാണ് വിജയുടെ ആ ഒരു പോസ്റ്റിൽ പറയുന്നത്. അപ്പോൾ പോലീസിന്റെ ക്രൂരത അത് ഇന്ന് തുടങ്ങിയതല്ല, ഇന്നലകളിലും ഉണ്ടായിരുന്നു. അതെ അതെ 2001 അച്ഛൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലാണ് അടൂരുണ്ടാകുന്ന ഒരു വലിയ ലാത്തി ചാർജിൽ അന്ന് ASP മനോജ് എബ്രഹാം നേതൃത്വം കൊടുത്ത ഒരു പോലീസ് മർദ്ദനത്തിൽ അച്ഛന് ഭീകരമായി പരിക്കേൽക്കുകയും നട്ടെല്ലും അതുപോലെ തന്നെ തലയ്ക്കും പെടലിക്കും ക്ഷതമേൽക്കുകയാണ്. ഞാൻ കുറിച്ചതുപോലെ തന്നെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടിയിരുന്നിട്ടില്ലാത്തൊരു മനുഷ്യൻ 2001 ലാത്തി ചാർജിന് ശേഷം നട്ടെല്ല് പൊട്ടി. പിന്നീട് ഒരിക്കൽ പോലും ഞാൻ അച്ഛനെ പൂർവ്വസ്ഥിതിയിലേക്ക് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഞാൻ കുറിച്ചതുപോലെ അതിഭീകരമായിട്ടുള്ള വേദന ആ ജീവിച്ചിരുന്ന 10, 15, 16 വർഷങ്ങളോളം അച്ഛന് ഉണ്ടാവുകയായിരുന്നു. ഞാൻ കുറിച്ചതുപോലെ അന്ന് അമ്മയ്ക്ക് 34 വയസ്സേ ഉള്ളൂ. ഈ 2001 അച്ഛന് മർദ്ദനമേൽക്കുമ്പോൾ 34 വയസ്സേ ഉള്ളൂ. ആ 34 വയസ്സിൽ വിധവയാക്കപ്പെട്ട ഒരു സ്ത്രീയാണ്. അത് ഒരു വിഷമത്തോടു കൂടിയല്ല, അന്ന് മുതൽ എൻ്റെ കുടുംബത്തെ ഏറ്റെടുത്തിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് അതുപോലെയുള്ള ഒരു സ്ത്രീകൾക്കും അതുപോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകരുത്. ഈ പോലീസ് ഒരാശയമുണ്ടല്ലോ, ഒരു ലാത്തി ചാർജ് ഉണ്ടാകുമ്പോൾ അവരെ പേടിച്ചു ഡിസ്പോസ് ചെയ്യിപ്പിക്കുക എന്നതിലുപരി ഒരു ചെറുപ്പക്കാർ സമരം നടത്തുമ്പോൾ അവരുടെ തലയിലും അതുപോലെ തന്നെ പെടലിക്കും അതുപോലെ തന്നെ കഴുത്തിനുമൊക്കെ അതിഭീകരമായിട്ടുള്ള മർദ്ദനം ഏൽപ്പിക്കുക, പിന്നീട് ഒരിക്കൽ പോലും അവർ എഴുന്നേക്കാത്ത സ്ഥിതിയിലേക്ക് തള്ളിവിടുക എന്ന് പറയുന്നത് അടിയന്തരമായി നമ്മൾ നിർത്തേണ്ട ഒരു കാര്യമുണ്ട്. അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരാതി കൊടുക്കുകയോ നടപടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അന്ന് ഈ പരാതികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിന് അത് ഫോളോ അപ്പ് ചെയ്യാതിരിക്കുകയോ അല്ലെങ്കിൽ ടേക്കപ്പ് ചെയ്യാത്തതായിരിക്കാം. 2001 ഉണ്ടായതല്ലേ, സ്വാഭാവികമായും അതിൻ്റേതായിട്ടുള്ള ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ 2016 എനിക്ക് ഒരു ഭീകരമായിട്ടുള്ള മർദ്ദനം ഏൽക്കുകയും അതിന് ഞാൻ ഹ്യൂമൻ റൈറ്റ്സിൽ പരാതി കൊടുക്കുകയും പ്രൈവറ്റ് കംപ്ലയിൻറ്റ് കൊടുക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ പരാതി എങ്ങും എത്തിയില്ല. ഈ ആര് ഭരിച്ചാലും കുറച്ച് പോലീസുകാർ ഈ ഗുണ്ടാ പരിപാടിയായിട്ട് ഇറങ്ങും, അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? അത് ഈ മർദ്ദന ഉപകരണമായി മാറുന്നൊരു സാഹചര്യം ഉണ്ടോ സംസ്ഥാനത്ത്? അല്ല, ഞാനൊരു കാര്യം പറയാം. ഈ പോലീസിനകത്ത് തന്നെ ഈ പറയുന്നത് പോലെ അതിഭീകരമായി ചെറുപ്പക്കാരെ തല്ലി ചതയ്ക്കണമെന്നുള്ള നിലപാടുള്ള ഒരു പറ്റം ആളുകളുണ്ട്. അത് വസ്തുതാപരമായ സത്യമാണ്. അത് ഏത് പ്രസ്ഥാനം ഭരിച്ചാലും രാഷ്ട്രീയത്തിന് അതീതമായിട്ട്. പക്ഷേ ഞാൻ പറയുന്നത് ഈ കോൺഗ്രസ് ഒക്കെ ഭരിക്കുമ്പോൾ അതിൻ്റെ തോത് കുറച്ചുകൂടെ കുറവാണ്. അത് ശക്തമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കും, ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കും, നടപടികൾ എടുക്കും. പക്ഷേ ഈ പറയുന്ന പോലെ ചില സർക്കാരുകൾ ഭരിക്കുമ്പോൾ അതിഭീകരം പോലീസ് രാജ് നടപ്പിലാക്കുകയാണ്. അതായത് അവർ ഏത് വിധേനയും ഒരു മൂന്നാം മുറ ഈ പറയുന്ന ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് തള്ളിവിടുക അല്ലെങ്കിൽ തള്ളി കയറ്റുക എന്നുള്ളതൊരു വലിയ പ്രശ്നം, ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഈ 2016 തന്നെ എന്നെ അതിഭീകരമായി ജീപ്പിനകത്തിട്ട് മർദ്ദിക്കുകയാണ്. നമുക്ക് സ്വാഭാവികമായിട്ടും ക്ലെയിം ചെയ്യാൻ അതിൻ്റെ വിഷ്വൽസോ അല്ലെങ്കിൽ പ്രൂഫോ ഒന്നുമില്ല, കാരണം അതിനകത്ത് CCTV ഇല്ല. ഈ ജീപ്പിനകത്ത് ഏകദേശം 4-5 പോലീസുകാർ എൻ്റെ ചുറ്റും ഇരുന്നിട്ട് ഈ ഒരു ടോർച്ച് കൊണ്ട് എൻ്റെ ഈ കണ്ണിന് താഴെ അതിഭീകരമായിട്ട് അടിച്ചൊരു സംഭവമൊക്കെ ഉണ്ട്. ഒരു ഇഞ്ച് മാറിയിരുന്നെങ്കിൽ ഒരു പക്ഷേ കണ്ണിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെടുന്നു. ഇപ്പോൾ ഈ സംഭവം ഇങ്ങനെ ചർച്ചയാകുമ്പോൾ അന്ന് അച്ഛൻ സമാനതയില്ലാത്തൊരു മർദ്ദനവും ക്രൂരതയൊക്കെയാണ് നേരിട്ടത്. നമ്മൾ ആ വിഷമമൊക്കെ അടുത്തറിഞ്ഞതാണ്. ഇതേ അവസ്ഥയായിരിക്കില്ലേ മറ്റു കുടുംബങ്ങൾക്കും? കാരണം അവർക്കും ഇതേപോലെ ഭാര്യയും മക്കളും സഹോദരിമാരും പെങ്ങന്മാരും എല്ലാവരും ഉണ്ടാവുമല്ലോ. സമാന പ്രശ്നമല്ലേ സംസ്ഥാനത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്? പിന്നെ ഞാൻ പറഞ്ഞതാണ്, ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞല്ലോ, ആ കുറിച്ചതുപോലെ എൻ്റെ അമ്മയ്ക്ക് 34 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ ആ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ആ ഒരു പ്രതിസന്ധിയിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കും കടന്നു പോകുമ്പോൾ ഇനിയും ഒരു സ്ത്രീകൾക്ക് പോലും അങ്ങനെ ഒരു വിഷമം ഉണ്ടാകാൻ, കാരണം ഞാൻ ആ വിഷമം ഏറ്റവും അടുത്തറിഞ്ഞ അല്ലെങ്കിൽ അടുത്ത് കണ്ടിട്ടുള്ളൊരു. അച്ഛൻ്റെ സ്നേഹം ഉൾപ്പെടെ നഷ്ടപ്പെട്ടതല്ലേ? അതെ, ആ സമയത്ത് ഞാൻ ഈ കുറിച്ചതുപോലെ 6 അടി 2 ഇഞ്ചുള്ളൊരു നല്ലൊരു ആകാരമുള്ള ഒരു മനുഷ്യൻ ആ 2001 ലാത്തി ചാർജിന് ശേഷം ഭയങ്കരമായി അങ്ങ് കൂനി, പെടലി അല്ലെങ്കിൽ കഴുത്ത് ഭയങ്കരമായി സ്റ്റിഫായി അങ്ങോട്ടോ ഇങ്ങോട്ടോ തലയൊന്ന് തിരിക്കാൻ വയ്യാതെ അച്ഛൻ്റെ ആ അനുഭവം ഏറ്റവും അടുത്തറിഞ്ഞ ഒരാളാണ് ഞാൻ. പക്ഷേ ആ സമയത്തെല്ലാം ഈ പറയുന്നത് പോലെ അമ്മ ഞങ്ങളെ അതുപോലെ ചേർത്ത് പിടിച്ച് ആ കുടുംബത്തെ നോക്കി എന്നുള്ള വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമുണ്ട്. അങ്ങനെയുള്ളൊരു അമ്മയുടെ മകനാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഈ ഒരു കേരളത്തിലെ അല്ലെങ്കിൽ ഈ പറയുന്നത് ലോകത്തൊരു സ്ത്രീകൾക്കും അതുപോലെയുള്ളൊരു അവസരം ഉണ്ടാകരുത്. അതിന് കാരണക്കാരാകുന്ന പോലീസിൻ്റെ ഈ പറയുന്ന ഗുണ്ടാരാജ് അടിയന്തരമായി അതൊരു പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് നിർത്തലാക്കുക. നമ്മൾ സമാനമായിട്ടുള്ള ഈ സുജിത്ത് അടക്കമുള്ള സൈനികരടക്കമുള്ള എത്രയോ വിഷയങ്ങൾ, ഇപ്പോൾ ഈ നാടറിയാതെ പോകുന്ന എത്രയോ വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അടിയന്തരമായി പോലീസിനകത്ത് അത് നിർത്തലാക്കണമെന്നുള്ളതാണ് പറയുന്നത്. പാർട്ടി ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. സമയം അത്രയും പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഇവിടെ വരെ എത്താൻ സാധിച്ചത്.